ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്നതാണ് കുറുമ്പാലക്കോട്ട. കുറുമ്പാലക്കോട്ട എന്ന് പറയുന്ന ഒരുപാട് പേർക്ക് അറിയായിരിക്കും. നമ്മളെ കൽപ്പറ്റയിൽ നിന്നൊക്കെ ഒരു 15-20 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. ഒരു ഒരൊറ്റ കുന്നാണ്. വലിയ ഭീകരമായ കുന്നൊന്നല്ല, കയറി പോകാനൊക്കെ ഈസിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. വല്ലാണ്ട് മറ്റേ നമ്മൾ എടക്കല ഗുഹയൊക്കെ കയറുമ്പോൾ വല്ലാണ്ട് കയറേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് കയറിയാൽ മേലെത്തി. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ സൂര്യാസ്തമയവും ഉദയവും കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ലൊക്കേഷനാണ് ഈ കുറുമ്പാലക്കോട്ട. എന്താ വെച്ചാൽ ഇതിൻ്റെ ചുറ്റും കംപ്ലീറ്റ് വയലുകളാണ്, ഒരുപാട് ഡിസ്റ്റൻസിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ക്ലൗഡ്സ് താഴെയായിരിക്കും. ഈ മലേൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുമ്പം മേഘങ്ങൾ താഴെയായിരിക്കും. നമുക്ക് സൂര്യാസ്തമയം ഉദയമൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതാണ്. നമ്മളിപ്പോൾ ലാൻഡ് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് നമ്മളിപ്പോൾ കുറുമ്പാലക്കോട്ട എത്തി. കുറുമ്പാലക്കോട്ട തന്നെയാണ് ഈ ലാൻഡ് ഉള്ളത്. ഈ റോഡ് ഇപ്പം നിലവിൽ നമ്മളെ ലാൻഡിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന റോഡാണ്. ലാൻഡ് സ്റ്റാർട്ടായിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള റോഡാണ്. ഇതൊരു 5-6 ഏക്കർ ലാൻഡ് കിടക്കുന്നുണ്ട്. ഈ റോഡ് ടാർ ചെയ്യും കേട്ടോ. അതായത് നമ്മളിത് പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് ടാറിങ് റോഡായിട്ടാണ് നമുക്ക് തരിക. ഇതൊരു ഓൾറെഡി കുറച്ച് ഏരിയ ഇതിൽ വിറ്റിട്ടുണ്ട്. ബാക്കിയുള്ള ഏരിയ ആണ് നമ്മൾ കാണുന്നത്. ഇത് പക്ക കുറുമ്പാലക്കോട്ട എന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് ഇപ്പം നമ്മൾ ഈ ഒരു പറമ്പ് നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. നിരന്ന ഭൂമി കേട്ടോ. ഇവിടെ പിന്നെ വലിയ കയറ്റവും കുന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. ആകെയുള്ള ഈ കുറുമ്പാലക്കോട്ട എന്ന് പറയുന്ന ചെറിയൊരു മലയാണ്. ബാക്കി കംപ്ലീറ്റ് ലെവൽ ഏരിയ ആണ്. ഈ ഒരു ഭാഗത്ത് കമ്പളക്കാട് ഭാഗം വരും കേട്ടോ. ഇവിടുന്ന് പടിഞ്ഞാറത്തറ അടുത്താണ്, വൈത്തിരി അടുത്താണ്, ഈ പറയുന്ന ടൂറിസ്റ്റ് ഏരിയകളൊക്കെ അടുത്താണ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഈ 2 സൈഡും കാണുന്ന ലാൻഡാണ് നിങ്ങൾ കാണുന്നുണ്ടാവും. നല്ല നിരന്ന ലാൻഡാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ലാൻഡ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ വരെ റോഡ് വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുന്നോട്ടും കുറച്ചുകൂടെ ലാൻഡ് ഉണ്ട്. അങ്ങോട്ട് ആവശ്യമെങ്കിൽ റോഡ് വെട്ടും. ഇപ്പം നിലവിൽ ഇവിടം വരെയാണ് റോഡായിട്ടുള്ളത്. നമുക്കൊന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. കുറുമ്പാലക്കോട്ട കേട്ടോ. അതായത് നമ്മൾ ഈ നിൽക്കുന്ന ലാൻഡിൽ നിന്നാണ് ഈ കുറുമ്പാലക്കോട്ട സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോറസ്റ്റിൻ്റെ ഇഷ്യൂസ് ഒന്നും ഇവിടെ വരുന്നില്ല. നല്ല ലാൻഡാണ്, നല്ല നിരപ്പുള്ള ലാൻഡ്. ഇതിൻ്റെ ബാക്ക് സൈഡ് കുറച്ച് ചെരിവുണ്ട്. ഏറ്റവും പുറകിൽ ആ സൈഡ് നമുക്ക് വില കുറച്ച് കിട്ടും. ടോട്ടൽ ഇത് 5-6 ഏക്കർ ഉണ്ട്. അതിൽ നമുക്കിപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഭാഗം വിറ്റിട്ടുണ്ട്, 1 ഏക്കർ വിറ്റിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ഞാൻ ജസ്റ്റ് ഇത് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ഒക്കെ എടുക്കുകയാണെങ്കിൽ 70 രൂപയാണ് സെൻറ്റ് വില വരുന്നത്. 1 ഏക്കറൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി ബാക്കോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് കിട്ടും, 70 കുറച്ച് കിട്ടും. ടോട്ടലുള്ള ലാൻഡാണ്. നിങ്ങൾക്കറിയാലോ, ഓരോ ഏരിയ നോക്കിയിട്ടാണ് വില വരുന്നത്. ആവറേജ് വിലയാണ് ഞാൻ പറയുന്നത്. 70 റുപ്യൊക്കെ ചോദിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ കുറച്ചുകൂടി വില കൂടും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വില വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന റോഡ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലുള്ളതൊക്കെ കൊടുക്കാനുള്ളതാണ്. എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഞാൻ കൊടുക്കാനുള്ളതാണ്. ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ഏക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിന്ന ഏരിയ കേട്ടോ, ആ വണ്ടീൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഈ ഭാഗത്താണ് ഞാൻ നിന്നത്. നല്ല ലെവൽ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു 70% ലെവലാണ്. ബാക്കോട്ട് ചെറിയൊരു കയറ്റമുണ്ട് ഏറ്റവും പുറകിൽ. കുറച്ചുകൂടി ദൂരം നമുക്കൊന്ന് പോയി നോക്കാം. ബാക്കിയൊക്കെ നല്ല ഫ്ലാറ്റായിട്ട് കിടക്കുന്ന ലാൻഡാട്ടോ. നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റുന്ന നല്ലൊരു ലാൻഡാണ്. വ്യൂ ഉണ്ട് കേട്ടോ. വ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പറമ്പിൽ അത്യാവശ്യം നല്ല രീതിയിൽ മരങ്ങളുണ്ട്. ഞാൻ തിരിച്ചു പോകുമ്പം ഒന്നുകൂടെ ഒന്ന് ആ ഫ്രണ്ടിലൊന്ന് കാണിച്ചു തരാം. അവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല വ്യൂ കിട്ടും. ശരിക്കും ഒരു 3-4 മരങ്ങൾ വെട്ടുകയാണെങ്കിൽ അസാധ്യ വ്യൂ ആണ്. നമ്മളെ കുറുമ്പാലക്കോട്ടൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. അതായത് ഈ ഒരു പറമ്പ് ഞാൻ നേരത്തെ പറഞ്ഞവരെ കുറച്ചുകൂടെ മേലെ കയറി കഴിഞ്ഞാൽ നേരെ കുറുമ്പാലക്കോട്ടയാണ്. ഈ ഒരു ലാൻഡ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ലാൻഡിൽ നിന്ന് നേരെ കുറുമ്പാലക്കോട്ടേൻ്റെ ടോപ്പിലെത്താം. അതിൽ കൂടുതൽ പറയാനില്ലല്ലോ. നമ്മളെ ലാൻഡിൻ്റെ അതിര് കുറുമ്പാലക്കോട്ടേൻ്റെ ടോപ്പാണ്. പിന്നെ ഇത് റവന്യൂ ഭൂമി ആയതുകൊണ്ട് ഈ ഭാഗത്ത് ഫോറസ്റ്റ് ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് ഫോറസ്റ്റിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. മൃഗശല്യവും ഇല്ല കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഈ കമ്പളക്കാട് ഈ ഒരു ഭാഗത്ത് എന്താ പറയുക, കുരങ്ങ് ശല്യം പോലും ഇല്ല. നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മൃഗശല്യം ഉണ്ടെങ്കിൽ ഞാനത് ഉണ്ട് തന്നെ പറയും. ഈ ഒരു ഭാഗത്ത് ഒരു വിഷയമില്ല. നല്ല സൈലൻ്റായിട്ടുള്ള ഏരിയ ആണ്, നല്ല ഭംഗിയുള്ള ഏരിയ ആണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്.
നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസൊക്കെ ആയിട്ട് നമുക്ക് ലാൻഡ് വാങ്ങിച്ചിടാം. അതിനൊക്കെ പറ്റുന്നൊരു ഏരിയയാണ്. ലാൻഡ് ലെവലാട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും. പിന്നെ ഏതാണ്ട് സ്ക്വയറിലാണ് ലാൻഡ് കിടക്കുന്നത്. നമുക്ക് 1 ഏക്കർ 50 സെൻറ്റ് അല്ലെങ്കിൽ 1.5 ഏക്കർ 2 ഏക്കർ ഈ ലെവലിലൊക്കെ നമുക്ക് ലാൻഡ് വാങ്ങിയിടാം. ഇവിടെ നിന്നൊക്കെ വ്യൂ ഉണ്ട് കേട്ടോ. മലേൻ്റെ ഒരു വ്യൂ ഉണ്ട്. അപ്പുറത്ത് നമ്മളെ ബാണാസുര മലേൻ്റെ ഒക്കെ വ്യൂ ഉണ്ട്. പടിഞ്ഞാറത്തറ അടുത്താട്ടോ ഇവിടുന്ന്. പടിഞ്ഞാറത്തറയ്ക്കൊക്കെ പുതിയ റോഡ് ഒരുപാട് വന്നിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ ഞാനിപ്പോൾ കാണിക്കുന്ന ഭാഗത്ത് കയറിയാൽ നല്ല വ്യൂ ആണ്. നിങ്ങൾ ലാൻഡ് ആരെങ്കിലും കാണാൻ വരുമ്പം നിങ്ങൾക്ക് ആ ഒരു വ്യൂവും കൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ലാൻഡാണ് ഇത്. ടോട്ടൽ ഒരു 5-6 ഏക്കർ ഉണ്ട്. നമുക്ക് 1 ഏക്കർ ബാക്കിലുള്ള ഒരു ഞാൻ ഈ കാണിക്കുന്ന പോർഷൻ ഏതാണ്ട് ഒരു 2 ഏക്കർ 40 സെൻറ്റോളം ഉണ്ടാവും ഏറ്റവും പുറകിൽ. അത് ചെറിയ കയറ്റമുള്ള കയറ്റം മീൻസ് വലിയൊരു കയറ്റമൊന്നുമല്ല കേട്ടോ. കൺസ്ട്രക്ഷനൊക്കെ പറ്റുന്നൊരു സാധനമാണ്. പിന്നെ ഇത് ജന്മം പുരയിടാണ്. എന്താ പറയുക, നമുക്ക് എല്ലാ കൺസ്ട്രക്ഷനും പറ്റും. ഇവിടെ പിന്നെ വേറെ സോണിൻ്റെ ഇഷ്യൂസൊന്നും ഈ ഭാഗത്തില്ല. നമുക്ക് എല്ലാ രീതിയിലുള്ള സാധനങ്ങളും ചെയ്യാം. പിന്നെ 6 മീറ്റർ വീതിയിലാണ് റോഡ്. നമ്മളെ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വെട്ടിയിരിക്കുന്നത് നമ്മൾ വന്ന റോഡ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റിസോർട്ടോ ഹോം സ്റ്റേയോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. പിന്നെ വെറുതെ ഒരു ലാൻഡ് വാങ്ങിച്ചിടാൻ താല്പര്യമുള്ളവർക്ക് ബെസ്റ്റ് സാധനമാണ്. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ലാൻഡാണ്. ഈ ഭാഗത്തൊക്കെ നല്ല വ്യൂ ആണ്. വ്യൂ നിങ്ങൾ നേരിട്ട് വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. കുറുമ്പാലക്കോട്ടൻ്റെ വ്യൂ നിങ്ങൾ യൂട്യൂബ് അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സെയിം വ്യൂ ഏതാണ്ട് നമ്മളെ ഈ ഭൂമിൻ്റെ ഏറ്റവും ബാക്കിൽ നിന്ന് കിട്ടും. ഇങ്ങനെയാണ് ലാൻഡിൻ്റെ ഒരു കിടപ്പ് കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടും. കറണ്ട് പിന്നെ മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മളെ ലാൻഡ് കിടക്കുന്നത്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും. മലേൻ്റെ നല്ല വ്യൂ ആട്ടോ. നല്ല വെയിലത്താണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലാൻഡ് ഇങ്ങനെ കാണാൻ ഞാനിപ്പോൾ തിരിച്ചു പോകുമ്പം ഞാൻ ജസ്റ്റ് വഴി ഒന്നുകൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കാണുക. നല്ല ഇടതിങ്ങിയ മരങ്ങളൊക്കെ ഉള്ള നല്ലൊരു ലാൻഡാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം, എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിക്കുക. ഞാൻ ഈ സംഭവം തിരിച്ചിറങ്ങുമ്പോഴും ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് കാണട്ടോ. ആ ഒരു വ്യൂ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലാൻഡ് കണ്ടു നിർത്താൻ നമുക്ക് തിരിച്ചിറങ്ങാം. ഞാനിപ്പോൾ തിരിച്ചിറങ്ങാം കേട്ടോ. തിരിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ളൊരു വ്യൂ നിങ്ങൾക്ക് കാണാം. നല്ല വ്യൂ ആട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു പ്ലോട്ട് കംപ്ലീറ്റ് മരങ്ങളാണ്. അതുകൊണ്ട് ചുറ്റുമുള്ള വ്യൂ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മരങ്ങൾ വെട്ടാൻ നമ്മൾ പറയില്ല, പക്ഷെ ഒരു 3-4 മരം വെട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ കിട്ടും. നിങ്ങളിപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കാണുന്നുണ്ടാവും. സാധ്യ വ്യൂ ആട്ടോ. ഇതാണ് ശരിക്കും ഇതിൻ്റെ വ്യൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ചുറ്റുള്ളത്. കുറുമ്പാലക്കോട്ട എന്ന് പറഞ്ഞാൽ ചുറ്റും വയലാണ്. അപ്പോൾ ലോങ് വ്യൂ കിട്ടും നമുക്ക്. ആ ഒരു വ്യൂ നമുക്ക് ഈ ലാൻഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ലാൻഡ് കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒന്ന് വിളിക്കുക. നല്ല ഭംഗിയുള്ളൊരു ലാൻഡാണ്. സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഏരിയ ആണ്. ഇനിയിപ്പം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിടാനാണെങ്കിലും പറ്റുന്ന നല്ലൊരു ലാൻഡാണ്. 1 ഏക്കറൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നമുക്ക് വല്ല പരിപാടികളൊക്കെ തുടങ്ങിയാൽ മതി. ഇൻവെസ്റ്റ് ചെയ്തിടാം. നല്ലൊരു ലാൻഡാണ് കേട്ടോ. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ പ്രൈസ് റേഞ്ചൊക്കെ മാറും, കുറച്ചുകൂടെ കയറും. നമ്മളിപ്പം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ നമുക്കൊന്നും നടന്നില്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ ലാൻഡ് കൊടുക്കാം. ആ ഒരു സ്കോപ്പുള്ളൊരു ഏരിയ ആണ്. ഈ റോഡ് നേരെ വലത്തോട്ട് ടാറിങ് കാണുന്ന കുറുമ്പാലക്കോട്ട കേട്ടോ. കുറുമ്പാലക്കോട്ട എന്ന് പറയാനൊന്നുമില്ല, കുറച്ച് ഒരു 10-300 മീറ്റർ പോയി കഴിഞ്ഞാൽ എത്തി. ഇത് ഇവിടെയും കുറുമ്പാലക്കോട്ട തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലവും കുറുമ്പാലക്കോട്ടയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ വെറുതെ ഒരു ലൈക്ക് അടിച്ചേക്കണേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട്